50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ആദ്യത്തെ 20 കിലോമീറ്റർ 5 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും, അടുത്ത 14 കിലോമീറ്റർ 7 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും, അടുത്ത 16 കിലോമീറ്റർ 8 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും ഓടുന്നു. അത്ലറ്റിൻ്റെ ശരാശരി വേഗത കാണുക. ഇവിടെ ആകെ ദൂരം 50 കിലോമീറ്റർ ആണ്. അതിനെ നമ്മൾ മൂന്നെണ്ണാക്കി വിഭജിച്ചിരിക്കുകയാണ്. ആദ്യം ഒരു 20 കിലോമീറ്റർ, പിന്നെ ഒരു 14, 20ഉം 14ഉം 34, പിന്നെ ഒരു 16, 34, 6, 40, 50. അങ്ങനെ 50 കിലോമീറ്ററിനെ 3 ഘട്ടങ്ങളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഘട്ടത്തിലും ഇത് ദൂരമാണ് 20 കിലോമീറ്റർ, ഇത് വേഗതയാണ്. അപ്പോൾ ദൂരവും വേഗത അറിഞ്ഞാൽ സമയം കാണാം. ഓരോ ഘട്ടത്തിലും സമയം കാണാം. അപ്പോൾ ഘട്ടം 1 സമയം കാണാൻ ദൂരം ബൈ വേഗത. ഇവിടെ എത്ര, 20/5 സമയം 4 മണിക്കൂർ കിട്ടി. ഇങ്ങനെ ഓരോന്നിലും കാണുക. രണ്ടാം ഘട്ടത്തിൽ ഇതാണ് 14 കിലോമീറ്ററാണ് ദൂരം, 7 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് വേഗത, സമയം കാണാൻ 14/7 2 മണിക്കൂർ. മൂന്നാം ഘട്ടത്തിൽ ദൂരം 16, വേഗത 8, സമയം കാണാൻ 16/8 2 മണിക്കൂർ. നമ്മൾ എന്ത് ചെയ്തു, 3 ഘട്ടങ്ങളിലുള്ള സമയം കണ്ടെത്തി. നമുക്ക് എന്താ കണ്ട, ശരാശരി വേഗത. ശരാശരി വേഗത കാണാൻ ആകെ ദൂരം ബൈ ആകെ സമയം, ആകെ ദൂരത്തെ ആകെ സമയം കൊണ്ട് ഹരിക്കുക. ആകെ ദൂരം നമുക്കറിയാം 50 കിലോമീറ്റർ ആണ്. അപ്പോൾ 50 ബൈ സമയം എല്ലാം കൂടി കൂട്ടുക, 4 + 2 + 2. അപ്പോൾ 50 ബൈ 4 2 6 2 8, 50/8. ഇതിനെ നമുക്ക് 4 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 4 കൊണ്ടല്ല, 2 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 25 2 50, 4 2 8, 25/4 വരും. നമുക്കതിനെ മിശ്രഭിന്നായിട്ട് ഹരിക്കുമ്പോൾ, മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 25ൽ 4 6 4 24, ശിഷ്ടം 1/4, 6 1/4 എന്ന് എഴുതാം. ഈ 1/4 പറഞ്ഞാൽ നമുക്കറിയാം 0.25 ആണ്. 1/4 പറഞ്ഞാൽ കാൽ, അതായത് 0.25. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 6.25 ആണ് എന്ത്, ശരാശരി വേഗതയല്ലേ. അപ്പോൾ 6.25 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഉത്തരം.